ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു മസാലക്കൂട്ടും ചേരുവയെല്ലാം കണ്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വിരുന്നാറൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരും കൂടെയൊക്കെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പച്ച ഉലുവയിട്ട് കറിവേപ്പില മറ്റലുമുളകും ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ച് അതും ഇട്ട് കൊടുത്ത് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു 3-4 ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി ഇനിയിപ്പോൾ നമുക്ക് ആവിയിൽ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ പൊടി നേരത്തെ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കളർന്ന് മാറി വരുമ്പോഴത്തേക്ക് തന്നെ പെരിഞ്ചീരകം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു വീഡിയോ ചേർക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നല്ലതുപോലെ ഇളക്കി ഇച്ചിരി ഉപ്പും ഇട്ട് ഒന്ന് അടച്ച് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് ഉറച്ച് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം വെള്ളം ഇതിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് വെന്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കണേ. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കണം. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത്. അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചെടുക്കുക. നല്ല അടിപൊളി കളറിലൊക്കെ കിട്ടി. ഇത് ഞാൻ നമ്മളെ മോൻ ഇവിടെ ഉള്ള ദിവസമാണ് കേട്ടോ വെച്ചത്. കാരണം കൊച്ചുങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒത്തിരുന്ന് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കപ്പ എടുത്തിട്ടില്ലായിരുന്നു. പരിപ്പും പപ്പടും പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.